ഗൈസ്, ഞാൻ അജയ്. AJ ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിൽ നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കി താഴേക്ക് പതിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് പതങ്കയം വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇരവഞ്ഞിപ്പുഴയെക്കുറിച്ച് ചെയ്ത ആ ഒരു വീഡിയോയിലെ പാർട്ടായിരുന്നു പതങ്കയം വെള്ളച്ചാട്ടം. ഞാൻ മഴക്കാലത്താണ് ആ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ നന്നായിട്ട് വെള്ളമുണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഹൈറ്റും ആ ഒരു ഭംഗിയൊന്നും നന്നായിട്ട് എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല. മഴക്കാലത്തും അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വേനൽക്കാലത്താണ് പതങ്കയം വെള്ളച്ചാട്ടത്തിന് നല്ല ഭംഗിയുള്ളതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം കൂടി ഇവിടെ വന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പതങ്കയം വെള്ളച്ചാട്ടം ശരിക്കും ഇരവഞ്ഞിപ്പുഴയിലെ ഏറ്റവും ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. പക്ഷേ അധികം ആർക്കും അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ്. KTDCയോ DTDCയോ ഒന്നും ഈ ഒരു വെള്ളച്ചാട്ടം ഏറ്റെടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു വഴി കുറച്ച് പാടാണ്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. തിരിച്ചു പോകുന്നത് നല്ല പാടാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ വരുന്നത് ശരിക്കും എൻജോയ് ചെയ്യാവുന്നതാണ്. ശരിക്കും വെർത്താണ്. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് ഈ ഒരു ഭാഗത്തിന്, പുഴയുടെ ഈ ഒരു ഭാഗത്തിന്. ശരിക്കും ഒരു ക്യാനിയൻ പോലെയാണ്. ഒരു പാറയുടെ മല തുരന്നിട്ടാണ് പുഴ ഈ ഒരു ഭാഗത്തൂടെ ഒഴുകുന്നത്. അതുകൂടാതെ ഇതിൻ്റെ എൻഡിൽ നല്ലൊരു കയമുണ്ട്. പിന്നെ ആ കയത്തിലേക്ക് വേണമെങ്കിൽ ക്ലിഫ് ജമ്പിംഗ് ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ടൂറിസം പൊട്ടൻഷ്യൽ കുറേയുള്ളൊരു സ്ഥലമാണിത്. ഞാൻ അടുത്ത് പോയി ഈ പതങ്കയം വെള്ളച്ചാട്ടം കാണിക്കാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയുക വേനൽക്കാലത്ത് തന്നെയാണ്. മഴക്കാലത്ത് ഈ പാറകൾക്കൊക്കെ രൂപമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ രൂപമാറ്റം കാണാനും ആസ്വദിക്കാനും ഒക്കെ നല്ലത് വേനൽക്കാലം തന്നെയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ വലിയ ഓട്ടകൾ. അതുപോലെ തന്നെ ഈ പാറയിലും ചെറിയ ചെറിയ പല രൂപത്തിലുള്ള കുഴികളുണ്ട്. ഞാൻ കാണിക്കാം. ഇത് കണ്ടില്ലേ, ഈ കുഴി ഉണ്ടായത് തന്നെ മഴക്കാലത്താണ്. മഴക്കാലത്ത് ഇതിലേക്ക് വെള്ളം അടിക്കുമ്പോൾ ആ കാണുന്ന പാറ കഷ്ണങ്ങളെല്ലാം ഇതിൽ കിടന്ന് കറങ്ങും. അങ്ങനെയാണ് ഇങ്ങനെ കുഴി ഉണ്ടാകുന്നത്. ഇതുപോലെ പല ഷേപ്പിലുള്ള കുഴികളുണ്ട്. ഇതാ അവിടെ ഒന്നുണ്ട്. ഇതുപോലെ സൂക്ഷിച്ചു നോക്കിയാൽ പല സ്ഥലത്തും കാണും. അതുപോലെ തന്നെ പല ഷേപ്പിലുള്ള പാറ കഷ്ണങ്ങൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട്. ഇവിടെ ശരിക്കും നിശബ്ദമാണ്. ആകെ കേൾക്കാൻ സാധിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച മാത്രമാണ്. ഇവിടെ സെൻറ്റർ സ്റ്റേജ് എടുത്തിരിക്കുന്നത് ഈ വെള്ളച്ചാട്ടം മാത്രമാണ്. ഈ ഒരു സ്ഥലം ശരിക്കും ഭംഗിയുള്ളതാണ്. പക്ഷേ ടൂറിസം മാപ്പിലൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ശരിക്കും ടൂറിസം മാപ്പിൽ ഇടം പിടിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ നല്ലൊരു കയമുണ്ട്. ഇവിടെ ക്ലിഫ് ജമ്പിങ്ങിന് പറ്റിയ സ്ഥലമുണ്ട്. പാറയ്ക്ക് മുകളിൽ നിന്ന് ചാടാൻ പറ്റും. പക്ഷേ അത് ഗൈഡൻസ് ഒന്നും ഇല്ലാതെ ചാടരുത്. അങ്ങനെ ചാടുമ്പോൾ അപകടം സംഭവിക്കും. കാരണം കയം നല്ല ആഴമുള്ളതാണ്. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാറകൾ തന്നെയാണ്. പാറകളിലുള്ള ഷേപ്പ്. ഞാൻ വേറൊരു ഷേപ്പ് കാണിക്കാം. അത് അവിടെ ആയിട്ടാണ്. അത് കാണുമ്പോൾ എനിക്ക് രണ്ട് ആനകൾ തുമ്പിക്കൈ വെച്ചിങ്ങനെ പിടിക്കുന്ന ആ ഒരു ഫീലാണ് തോന്നുന്നത്. അത് ഞാൻ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പുഴയുടെ ആ ഒരു കലവരുത് കാണിക്കുന്ന ആ ഒരു പോർഷൻ. കണ്ടില്ലേ, അത് കാണുമ്പോൾ ശരിക്കും എനിക്കൊരു ആനയെ പോലെയാണ് തോന്നുന്നത്. ആനയുടെ തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി മറ്റൊരു ആനയുടെ തുമ്പിക്കൈയിൽ പിടിക്കുന്ന പോലെ എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇവിടെ വരുന്ന പലർക്കും പല രൂപമായിട്ടാണ് അത് തോന്നുന്നത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, നടുക്ക് വലിയൊരു ഹോള്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പാറ കഷ്ണം കടന്ന് തിരിഞ്ഞ് മഴക്കാലത്ത് പാറ കഷ്ണം കടന്ന് തിരിഞ്ഞ് വലിയൊരു ഹോളായി മാറിയതാണ്. ഇങ്ങനെയുള്ള പല രൂപങ്ങൾ ഈ പാറയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇതാ കണ്ടില്ലേ, ഇതൊന്നാണ്. ഇത് മറ്റൊന്ന്. പിന്നെ ഇതാ കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെയുണ്ട് അങ്ങനെ ഒരു കുഴി. പുഴ തന്നെ ഈ പാറയിൽ പല ടൈപ്പ് കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്. ഞാനീ നിൽക്കുന്ന പാറയും പിന്നെ ഇതാ അവിടെയുള്ള ആ ഒരു ഉയരം കുറഞ്ഞ പാറയൊക്കെ ക്ലിഫ് ജമ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഇതാ കണ്ടില്ലേ, താഴെ നല്ല കയമാണ്. ആ കയത്തിലേക്ക് എടുത്തു ചാടാം. പക്ഷേ ഓൺ റിസ്കിലാണ് എടുത്തു ചാടുക. കാരണം ഇവിടെ പ്രോപ്പർ ഗൈഡൻസോ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സോ ഒന്നുമില്ല. ഇത് ക്ലിഫ് ജമ്പിങ്ങിന് പറ്റിയ സ്പോട്ടാണ്. DTDCയോ KTDCയോ ഒക്കെ ഏറ്റെടുത്താൽ നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇവിടെ കാണും. അങ്ങനെയാണെങ്കിൽ ചാടാം. ഇപ്പോൾ ഓൺ റിസ്കിലാണ് ആൾക്കാർ ചാടുന്നത്. ഞാൻ ഒരിക്കലും ചാടുന്നത് പ്രൊമോട്ട് ചെയ്യില്ല. കാരണം അത് ഭയങ്കര റിസ്ക്കാണ്. ആ കയത്തിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് പാറകളുണ്ട്. ആ പാറേൻ്റെ ഇടയിലൊക്കെ കാല് കുടുങ്ങി കഴിഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങി വരാൻ നല്ല പാടാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ സ്ഥലം ആസ്വദിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വേണമെങ്കിൽ നീന്തൽ അറിയാമെങ്കിൽ അവിടെയുള്ള ആ കയത്തിൽ ഒരു സൈഡിലൊക്കെ നിന്ന് കുളിക്കാം. അത്രയൊക്കെ ചെയ്യുക. ഇവിടെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വന്നിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക. അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വെള്ളച്ചാട്ടവും അതിന് ചുറ്റുമുള്ള സ്ഥലവും ഞാൻ നിങ്ങളെ കാണിക്കാം. പതങ്കയം വെള്ളച്ചാട്ടവും ഇരവഞ്ഞിപ്പുഴയും മഴക്കാലത്ത് കാണാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി.
വെള്ളച്ചാട്ടം പാറ തുറന്നു വരുന്ന ആ ഒരു ഭാഗമാണിത്. ഇത് ചെറിയൊരു കയമാണ്. ഈ കാണുന്നിടത്ത് നീന്തൽ അറിയാത്തവർക്കും വേണമെങ്കിൽ വന്ന് കുളിക്കാം. സൈഡിലൊക്കെ വന്ന് നിന്ന് കുളിക്കണം. മഴക്കാലത്ത് ഒരിക്കലും പറ്റില്ല. ഇതാ ഈ കണ്ടില്ലേ, അവിടെയൊക്കെ നല്ല ആഴമാണ്. വെറുതെ ഇതിൻ്റെ സൈഡിൽ വന്ന് ഇരിക്കാനും നല്ലതാണ്. ഇങ്ങനെ നല്ലൊരു മരമുണ്ട് ഇവിടെ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇത് ആ എൻഡിൽ ചെറിയൊരു തോട് പോലെ ഇങ്ങോട്ട് വന്ന് ജോയിൻ ആകുന്നുണ്ട്. ഒരു ചെറിയ ട്രിബ്യൂട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ഓവറോൾ നല്ല ഭംഗിയാണ് ഇവിടെ. ഇതാ ഈ മരം കണ്ടില്ലേ, അതിൻ്റെ ഉള്ളൊക്കെ പൊള്ളയാണ്. ശരിക്കും പ്രകൃതി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. തീർച്ചയായും ഇവിടെ വരിക, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇവിടെ വരിക. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.